പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ, ആര്യവേപ്പിൻ്റെ ഇല യൂസ് ചെയ്താൽ മുഖക്കുരു മാറും, മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ മാറും എന്നാണല്ലോ. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഒബ്വിയസ്ലി മുഖക്കുരുവിൻ്റെ ആ സിംറ്റംസും തടിപ്പും ഒക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറുത്ത പാടുകൾ മാറാനും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ടാണ് ഇപ്പം നിങ്ങളെൻ്റെ ഫേസിലോട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്കിന്നിനെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റ് ആവാനും മുഖക്കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഓൾറെഡി മുഖക്കുരു വന്നതിൻ്റെ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു നീം ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ നീം അല്ല എടുക്കുന്നത്, മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ ഈ ഒരു പോർസിൻ്റെ ഇടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക്, പൊടി, ഡേർട്സ്, അതിനൊക്കെ ഒരു ബ്രൗൺ ഡാർക്ക് കളേഴ്സൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അത് നമ്മുടെ മുഖത്ത് പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഡള്ളാക്കി കാണിക്കും. പിന്നെ ഇത് കുറേ നേരം നമ്മുടെ സ്കിന്നിൽ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സോ നമ്മളെവിടെയൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പൊടിയടിച്ച് നല്ലോണം ഡേർട്ട് ആൻഡ് ഒരുപാട് പൊടി അടിച്ചിട്ട് മുഖത്തിങ്ങനെ തൊടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കർച്ചീഫ് വെച്ചിട്ട് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിയടിച്ചത് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മുഖം നന്നായിട്ടൊന്ന് കഴുകുക. സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുക. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കുക. ഫസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത കണ്ടല്ലോ, മുൾട്ടാനി മിട്ടിയുടെ പൊടിയാണ്. അടുത്തതായിട്ട് ആര്യവേപ്പിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് നീം പൗഡർ. ഈ 2 ഐറ്റവും ചേർത്ത് കുറച്ച് പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ആക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പാല് മാത്രം ചേർത്ത് മിക്സ് ചെയ്താൽ മതി. സൺ ടാൻ, വെയിലേറ്റ കരിവാളിപ്പുണ്ടെങ്കിൽ തൈരും കൂടെ ചേർത്ത് മിക്സ് ആക്കുക. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളിതിന് പകരമായിട്ട് കുറച്ച് അലോവേര ജെല്ല് യൂസ് ആക്കുക, അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ യൂസ് ആക്കുക. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്താലും കുഴപ്പമില്ല, പകുതി എടുത്തിട്ട്. അല്ലാന്നാണെങ്കിൽ റോസ് വാട്ടർ മാത്രം എടുത്താലും മതി. പിന്നെ കുറേ റോസ് വാട്ടർ അലോവേര ജെല്ലൊന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ കുറച്ച് 1 സ്പൂൺ ഒക്കെ വെച്ചെടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്ത് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഫൈൻ പൗഡേഴ്സാണ്, അതുകൊണ്ട് തന്നെ മിക്സ് ആക്കാനായിട്ട് അത്യാവശ്യം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അത്രയും പാല് ചേർത്ത് കൊടുത്താൽ എൻ്റെത് ഓൾറെഡി ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഒരുപാട് പാല് യൂസ് ചെയ്താൽ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട്, അപ്പോൾ എനിക്കിത് നന്നായിട്ട് വർക്ക് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് പാലില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒട്ടും തൊടാൻ പോലും പറ്റാത്തൊരു അലർജി പോലെയോ അങ്ങനെയോ ഭയങ്കര ഓയിലി സ്കിന്നാണെന്ന് അറിയാം, മുഖക്കുരുവൊക്കെ നിപ്പുണ്ട്, ചെറിയ തരി പോലത്തെ കുരുക്കളൊക്കെ നിപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പാലോ തൈരോ യൂസ് ചെയ്യേണ്ട കേട്ടോ. റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേര ജെല്ലോ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്താം. കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാലും ബാക്കി റോസ് വാട്ടറും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കുക. അല്ല നിങ്ങൾക്കും സെറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ യൂസ് ആക്കേണ്ട കാര്യമില്ല. കോമ്പിനേഷൻ സ്കിന്നിന് നമ്മുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. കാര്യം മൂക്കിൻ്റെ അവിടെ ടീ സോണിലൊക്കെ ഓയിലിനെസ് ആണെങ്കിലും കവിളിനവിടെ താടിയുടെ അവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് 2 തരത്തിൽ ഈ പാക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിട്ടും കുറച്ച് വന്നിട്ട് ആ ഓയിലിനെസ് ഒക്കെ മാറ്റാനായിട്ടും. എന്നിട്ട് 2 സൈഡ് മാറ്റി അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ന്യൂട്രലായിട്ട് നിൽക്കുമല്ലോ, ആ ഒരു സംഭവം ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അലോവേര ജെല്ലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം അത് നന്നായിട്ട് സ്കിന്നെ നറിഷ് ചെയ്യും, ഡ്രൈ ആക്കിയൊന്നുമില്ല. ഒപ്പം തന്നെ നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും അത് അങ്ങനെ കൂടുതലായിട്ട് പ്രോബ്ലമാറ്റിക് ആവില്ല. സോ അലോവേര ജെല്ലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ പാക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് പൗഡർ അല്ലാതെ ഈ ഒരു ഇല ഉണ്ടല്ലോ, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം.
പേസ്റ്റോ ജ്യൂസോ അങ്ങനെ എന്താണോ പറ്റുന്നത് അതുപോലെ ആക്കി എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ അത് മേടിച്ച് അതിനോടൊപ്പം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാനായിട്ട് കുറച്ച് പാലോ തൈരോ ചേർക്കാം. ഇനി ഒരു പേസ്റ്റ് പോലെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോവേര ജെല്ലോ റോസ് വാട്ടറോ ഒന്നും ചേർക്കേണ്ട കാര്യം വരത്തില്ല. സോ പൗഡർ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യം വരുള്ളൂ. അതിനുശേഷം മുഖം ഓൾറെഡി നന്നായിട്ട് കഴുകിയിട്ട് എണ്ണമയമൊക്കെ പോയിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. അപ്പോൾ അതിലോട്ട് ആ ഫേസിലോട്ട് ചെറിയ നനവോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് നല്ല ഈവനായിട്ട് ജെൻറ്റലായിട്ട് ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്യുക. സ്പെഷ്യലി നിങ്ങൾ ഒരുപാട് വെയിലടിക്കുക, ഒരുപാട് പൊടി പിടിക്കുക, യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന ദിവസം അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ടയർഡ്നെസ് മാറാനായിട്ട് പിന്നെ നമ്മളൊരു 2 ദിവസം കഴിഞ്ഞിട്ടോ അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടോ പിറ്റേ ദിവസമൊക്കെ നമ്മളൊരു പാമ്പറിങ് റുട്ടീനൊക്കെ ചെയ്യുമല്ലോ ട്രാവലൊക്കെ ചെയ്ത് വന്നിട്ട്, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരുപാട് ദിവസത്തെ ട്രാവൽ, അതായത് 2-3 ദിവസം മാറി നിന്ന് ഒരുപാട് വർക്ക് ചെയ്ത് പൊടിയൊക്കെ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതൊന്ന് യൂസ് ചെയ്യാം. ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് ഫേസിൽ മുഴുവനും ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ആവും കേട്ടോ. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. ജസ്റ്റ് ഇതിനൊന്ന് മസാജ് ചെയ്തിട്ടേ, മുഖം ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കഴുകി കളഞ്ഞാൽ മതി. സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ചൂടുവെള്ളമോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക. 15 മിനിറ്റ് വെച്ചിരിക്കണേ. 15 മിനിറ്റ് വെച്ചിരുന്നിട്ട് വാഷ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ അരിവേപ്പിൻ്റെ ഇലയുള്ളവരാണെങ്കിൽ കുറച്ചത് ജ്യൂസാക്കിയോ പ്യൂരി ആക്കിയോ എടുത്തിട്ട് പഴയ ഒരു ഐസ് ട്രേയിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് അത് അലിയിച്ചെടുത്തിട്ട് യൂസ് ആക്കിയാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് പൗഡർ ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇടയ്ക്കിടയ്ക്ക് പൗഡർ മേടിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ആക്കാം. ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവും. ആ ഒരു ഡേർട്ട്സും പൊല്യൂഷൻസും ഇമ്പ്യൂരിറ്റീസും എല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് സ്കിൻ സൂപ്പറാവും. പിന്നെ ഈ ഒരു മുൾട്ടാനി മിട്ടി നമ്മൾ യൂസ് ചെയ്തത് ഒരു ക്ലേ ഫോമിലാണല്ലോ അതുള്ളത്. അത് നമ്മുടെ ഓയിലി സ്കിന്നെയും പോർസിനെയൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. പോർസൊക്കെ ഒന്ന് ചെറുതായിട്ട് മിനിമൈസ് ആവുന്ന പോലെ കാണിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ആക്കാനായിട്ട് നിങ്ങളുടെ സ്കിന്നിന് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ പാക്ക് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ യൂസ് ആക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി റിസൾട്ട് കിട്ടിയില്ലേ? സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും യൂസ് ആക്കാം. ഒരു 15 വയസ്സിനൊക്കെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പറാണ്. നിങ്ങൾ വീട്ടിലുള്ള ഐറ്റംസ് അത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത്ര ട്രസ്റ്റബിളായിട്ട് തോന്നില്ല എന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുമല്ലോ. മുൾട്ടാനി മിട്ടി മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. ബാക്കി ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുക. തൊട്ടടുത്ത സ്ഥലത്തു നിന്നൊക്കെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് അരച്ച് ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. സൂപ്പർ റിസൾട്ട് കിട്ടും. പിന്നെ മുഖക്കുരുള്ള കുട്ടികളാണെങ്കിൽ ഒരുപാടിട്ട് ഉരയ്ക്കാനോ ഒന്നും നിൽക്കരുത്. പിന്നെ അത് കുട്ടികൾക്ക് മാത്രമല്ല എത്ര മുതിർന്നവർക്ക് വേണമെങ്കിലും യൂസ് ആക്കാം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും. അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉറപ്പായും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസറെങ്കിലും ഉറപ്പായും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ആക്കാം. അതിനുശേഷം നമുക്കൊന്നും ചെയ്യാനില്ല. പോയി കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യുക. പിന്നെ ഇത് ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പുറത്ത് പോയി വരുന്ന ദിവസം ഉറപ്പായും ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ആക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.